ഉണ്ണിക്കുട്ടനെത്തിയ ഇന്നെന്താ നേരത്തെ ക്ലാസ് ഇല്ലായിരുന്നോ? ഇന്ന് സ്വാതന്ത്ര്യദിനത്തിന്റെ പരിപാടിയായിരുന്നു അപ്പൂപ്പ. ഘോഷയാത്രയും മിഠായി വിതരണവും ഒക്കെ ഉണ്ടായിരുന്നു. ഓഹോ, അപ്പോ ഉണ്ണിക്കുട്ടൻ എല്ലാത്തിലുമൊക്കെ കൂടിയ? പിന്നെ ഞാൻ കൊടിയൊക്കെ പിടിച്ച് മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഹെഡ് മാസ്റ്ററിന്റെ പ്രസംഗം ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ സ്വാതന്ത്ര്യത്തിന് പോരാടുന്നത്. അതൊരു വലിയ കഥയാണ് മോനെ. ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനിയുടെ രൂപത്തിൽ നമ്മുടെ മണ്ണിൽ കടന്നുകൂടിയ വൈദേശിക ശക്തികളുടെ വഞ്ചനയുടെ കഥ. ഞാനത് കുട്ടന് പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടാ. 1828 നവംബർ 19 കാശിയിലെ വാരണാസി എന്ന ഗ്രാമത്തിൽ മൊറോപ്പന്ത് തമ്മയുടെയും ഭഗീരഥി തമ്മയുടെയും മകളായി ജനിച്ച കുട്ടിയാണ് പിൻകാലത്ത് ഝാൻസി റാണിയായി തീർന്നത്. അവളുടെ യഥാർത്ഥ പേര് മണികാർണിക എന്നായിരുന്നു. അവൾക്ക് 4 വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ മരിച്ചു. പിന്നെ അവളെ വളർത്തിയത് കൊട്ടാര ജോലിക്കാരനായ അച്ഛനായിരുന്നു. അയ്യോ പാവം, അമ്മയില്ലാതെയാണ് ആ കുട്ടി വളർന്നത്. അതെ, നമ്മെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനവളെ അസ്ത്രവിദ്യ, കുതിരയോട്ടം തുടങ്ങിയ കലകൾ അഭ്യസിപ്പിച്ചു. താന്തിയ തൊപ്പയായിരുന്നു അവളുടെ ഗുരു. മണികാർണികയെ ഝാൻസി മഹാരാജാവായ രാജഗംഗാധര റാവു വിവാഹം ചെയ്തു. അന്നു മുതൽ അവൾ റാണി ലക്ഷ്മിബായി എന്ന് വിളിക്കപ്പെട്ടു. അവർ ഭരണകാര്യങ്ങളിൽ രാജാവിനെ സഹായിച്ചു പോന്നു. അധികം താമസിക്കാതെ അവർക്കൊരു ആൺകുഞ്ഞു വേണം. പക്ഷേ ആ കുട്ടിക്ക് അധികം ആയുസ്സില്ലായിരുന്നു. ആ കുട്ടി മരണമടഞ്ഞു. പുത്രവിയോഗത്താൽ ദുഃഖിതരായ അവർ ഒരു മകന്റെ ഓർമ്മയ്ക്കായി ആ കുട്ടിക്ക് അവർ ദാമോദര റാവു എന്ന പേരിട്ടു. പറയൂ മന്ത്രി, എന്താണ് നമ്മുടെ രാജ്യത്തെ വാർത്തകൾ? നമ്മുടെ ജനങ്ങളെല്ലാം സന്തോഷത്തിലാണല്ലോ അല്ലേ? അത് മഹാരാജാവ്, എല്ലാവരും വളരെ സന്തോഷത്തിലും സമൃദ്ധിയിലുമാണ്. നമ്മുടെ വിജനങ്ങൾ നിറവ് കമ്മിയിരിക്കുന്നു.
രാജ്യത്തിലേക്ക് കടന്നു വന്നതിൽ പിന്നെ എല്ലാം ഐശ്വര്യമാണ്. അങ്ങയുടെ ഭരണ നൈപുണ്യം അതാണ് എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം. അധികമൊരു സന്ദേശം പ്രവർത്തിക്കാറുണ്ട്. എന്താണ് പറയൂ. അങ്ങേക്ക് ശേഷം ഈ ഐശ്വര്യങ്ങളൊക്കെ നിലനിൽക്കുമോ എന്നാണ് അങ്ങയുടെ ശബ്ദം. പുത്രഭാഗ്യം ലഭിക്കാത്ത അങ്ങേക്ക് അടുത്ത യുവരാജാവിനെ തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. ശരിയാണ്, നാമും അത് ചിന്തിക്കാതിരുന്നില്ല. നമുക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ രാജ്യം അനാഥമായി കൂടാ. എന്താണ് മഹാറാണിയുടെ അഭിപ്രായം? അങ്ങ് എല്ലാവരൊന്നും പറയാതിരിക്കൂ. ദീർഘകാലം അങ്ങ് ഈ രാജ്യത്തെ നയിക്കാൻ കഴിഞ്ഞു. ശരിയാണ് മഹാറാണി, അതുതന്നെയാണ് നമ്മുടെയും പ്രതീക്ഷ. എങ്കിലും അങ്ങ് ആകുലപ്പെടാതിരിക്കൂ. നമുക്ക് ശേഷം ഈ രാജ്യത്തിന്റെ സാരഥിയാവാൻ നമ്മുടെ മകൻ ദാമോദർ വളർന്നു വരുന്നില്ലേ? അവന് രക്തപുത്രനായിട്ടല്ലോ, സ്വന്തം മകനായിട്ടല്ലേ നാം വളർത്തുന്നത്. അവിടുത്തെ താല്പര്യം അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് യുവരാജാവിനെ വാഴിക്കണം എന്നാണ് എനിക്ക് ബോധിപ്പിക്കാനുള്ളത്. എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങട്ടെ. രാജ്യം മുഴുവൻ വിളംബരം പോകട്ടെ. അയൽ രാജ്യങ്ങളിലും പ്രവിശ്യകളിലും അറിയിപ്പ് കൊടുത്തിരിക്കും. ഝാൻസിയുടെ രാജാവായി നമ്മുടെ പ്രിയപുത്രൻ ദാമോദർ റാവുവിനെ വാഴിക്കുന്ന വിവരം എല്ലാവരും അറിയട്ടെ. രാജാവ്, നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളെ വിവരം അറിയിക്കണമെന്ന് പറഞ്ഞുകൂടി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിവരം അറിയിക്കണമെന്ന് മറന്നുപോയോ രാജാവ്? കമ്പനിയെ അറിയിക്കാൻ ഏർപ്പാടുകൾ നാം ചെയ്തിട്ടുണ്ട്. അത് ശരി. എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? മഹാരാജാവ് തീരുമാനിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ യുവരാജാവിനെ വാഴിക്കാൻ തീരുമാനമെടുത്തു. ആരാണ് രാജാവ്? നമ്മുടെ പുത്രൻ ദാമോദർ റാവു. അവനാണ് അടുത്ത യുവരാജാവ്. സാധ്യമല്ല. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡോക്ടറിംഗ് അനുസരിച്ച് ദത്തപുത്രന് കിരീടാവകാശം കൊടുക്കാൻ സാധ്യമല്ല. ഇതെന്ത് നിയമം? ഈ നാടിനൊരു നിയമമുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ കച്ചവടത്തിന് വന്നതാണ്. നിങ്ങൾക്കെന്താണ് ഇതിൽ കാര്യം? ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങൾ. We are deciding, you obey. Understand? ഇപ്പോൾ ഞങ്ങൾ തീരുമാനിക്കുന്നു നിങ്ങൾ ഈ രാജ്യം വിട്ടു പോകണമെന്ന്. ചതി, കൊടും ചതി. കച്ചവടത്തിന് അനുവാദം ചെയ്യുന്നവർ നമ്മെ പുറത്താക്കാൻ ശ്രമിക്കുന്നു. പുറത്തു പോകൂ. ആരവിടെ? ഇവരെ പുറത്താക്കും. ബലം പിടിക്കേണ്ട ചതി. യുവരാജ്യത്തിൽ under our control. ഇവരെ പുറത്താക്കൂ. കച്ചവടത്തിനെന്നും പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ ആധിപത്യം സ്ഥാപിച്ച പറങ്കി സായിപ്പേ, ഇതിൽ ഞങ്ങൾ പകരം വീട്ടും. ഈ മണ്ണിൽ നിന്നും നിങ്ങളെ ആട്ടിപ്പായിക്കുന്ന ഒരു ദിവസം വരും. കഴിഞ്ഞിരുന്നോ സായിപ്പേ? രാജ്യത്തിൽ നിന്നും നിഷ്കാസിതനായ രാജാവ് അധികം താമസിയാതെ മരണപ്പെട്ടു. അപ്പോ റാണി മകന് എന്ത് ചെയ്തു? അവർ അടങ്ങിയിരുന്നില്ല. തന്റെ ഗുരുവായിരുന്ന താലിയ തൊപ്പയുടെ സഹായത്താൽ ജനങ്ങളെ സംഘടിപ്പിച്ചു. ഏകദേശം 20,000-ഓളം പേരെ സംഘടിപ്പിച്ച് വലിയൊരു സൈന്യം രൂപീകരിച്ചു. ബ്രിട്ടീഷ് ഭരണവർഗത്തിന് നേരെ പോരാടി. അവരെങ്ങനെയാ യുദ്ധം ചെയ്യാൻ അപ്പൂപ്പ? ഝാൻസി റാണിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ അവർ ആക്രമിച്ചു. അനവധി പടയാളികളെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരികളെയും
അവനെ കൊന്നൊളിച്ചു. എന്നിട്ടോ അപ്പൂപ്പ? എന്നിട്ട് അവസാനം ഭാരതഹിതത്തിന്റെ എഴുതലിൽ ജ്വലിച്ചു നിൽക്കുന്ന ആ വെള്ളി നക്ഷത്രത്തെ അവൻ തുണയുണ്ടെങ്കിൽ വാട മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യാൻ. നാണം കെട്ട പങ്കികളെ, ഈ നാടിന്റെ ആത്മാഭിമാനത്തിന്റെ നിങ്ങളുടെ എന്റെ ഓരോ തുള്ളിത്തോളിൽ പുനർജനിക്കും. ആ അഗ്നിയിൽ നിങ്ങളും നിങ്ങളുടെ കൂട്ടാളികളും ഒന്നടങ്കം വെണ്ണീറാകും.